സംസ്ഥാനത്തെ പ്രതിപക്ഷ അനുകൂല സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന പണിമുടക്ക് തുടരുന്നു. തിരുവനന്തപുരത്തും മലപ്പുറത്തും ഭരണ പ്രതിപക്ഷ സംഘടനകളിലെ ജീവനക്കാർ ഏറ്റുമുട്ടി. DA കുടിശ്ശിക അനുവദിക്കുക, ലീവ് സറണ്ടർ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സർക്കാർ പ്രഖ്യാപിച്ച ഡയസ്നോൺ അവഗണിച്ചാണ് പ്രതിപക്ഷ അനുകൂല സംഘടനകളുടെ സമരം. UDF അനുകൂല സംഘടനയായ സെറ്റോയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. പണിമുടക്കിയ ജീവനക്കാരും അധ്യാപകരും ജില്ലാതലങ്ങളിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് അനക്സിന് മുന്നിൽ ഭരണാനുകൂല ജീവനക്കാരും സമരക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. മലപ്പുറത്ത് കളക്ടറേറ്റ് മാർച്ചിലും നേരിയ സംഘർഷമുണ്ടായി. ഭരണാനുകൂല ജീവനക്കാർ സമരത്തിനെതിരെ പ്രതിഷേധിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. തിരുവനന്തപുരം SMV മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലും പ്രതിഷേധിച്ച അധ്യാപകരും KSTA പ്രവർത്തകരുമായി വാക്കേറ്റമുണ്ടായി. ഭീഷണിപ്പെടുത്തി സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് സെറ്റോ ചെയർമാൻ ചവറ ജയകുമാർ പറഞ്ഞു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് സെറ്റോയുടെ തീരുമാനം. ഞങ്ങളുടെ ഈ പണിമുടക്കം നിങ്ങൾക്ക് ഡയസ്നോൺ കൊണ്ടും കാര്യനിയമങ്ങൾ കൊണ്ടും നേരിടാം. ഇത് അക്രമാസക്തമായ പണിമുടക്കമല്ല, ഇത് രാഷ്ട്രീയ പ്രേരിതമായ പണിമുടക്കമല്ല, അതിജീവനത്തിനായിട്ടുള്ള പോരാട്ടമാണ്. അത് തുടരുക തന്നെ ചെയ്യും. അതിന്റെ 2ാം ഫേസിലേക്ക് കടക്കും. ശമ്പള പരിഷ്കരണത്തിലെ കുടിശ്ശിക വിതരണം ചെയ്യണമെന്നും ലീവ് സറണ്ടർ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം. ആരോഗ്യ ഇൻഷുറൻസിലെ അപാകതകൾ പരിഹരിക്കണമെന്നുൾപ്പെടെ ആവശ്യങ്ങൾ ജീവനക്കാർ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം തലസ്ഥാനത്ത് പണിമുടക്കിയ ജീവനക്കാരും അധ്യാപകരും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.